Hello dear students, thus we are reaching at our last topic, that is People's Planning Program in Kerala. Before going into the details of People's Planning Program, let us analyze the history of decentralization in India. Decentralization എന്നാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാം, അധികാര വികേന്ദ്രീകരണം. അതായത് ഒരു പ്രത്യേക സെൻറ്ററിലേക്ക് അധികാരം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ ഇടയില്ല എന്ന തിരിച്ചറിവിൽ അതിനെ വികേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ ചാനൽ വഴി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ആ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ ഹാസ് an early start from 1957 by the recommendations of Balwant Rai Mehta Committee in 1957. Okay. After that, several committees like Ashok Mehta Committee, GVK Rao Committee, LM Singhvi Committee, etc. have recommended for the implementation of decentralization of democracy in India. 73rd and 74th Amendment during 9th 5-year plan has recommended for the implementation of decentralization of government in different states of India. So there starts the history of Kerala's People's Planning Program. People's Planning എന്ന് പറഞ്ഞാൽ ജനകീയ ആസൂത്രണം. It is actually in 1996 E.K. Nayanar government introduced this program in Kerala. The then central ministry, according to 73rd and 74th amendment during 9th 5-year plan, has requested all the state governments to form local self-government system according to their idea. Okay. സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുകയാണ് തങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരമൊരു ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. ഓക്കെ. കേരള ഗവൺമെൻറ് took a bold decision to devolve 35% of the state development budget down from a centralized bureaucracy to local government system. വികസന ബജറ്റിൻ്റെ 35% തുകയും ഇത്തരം ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ട് വകയിരുത്തി എന്നുള്ളതാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ബോൾഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. This was implemented through People's Planning Campaign under the supervision of local self-government and state planning board. Okay, now let us discuss the salient features and objectives of this program. These are the few objectives of this program. Okay, to reduce the direct government control. Second one, poverty reduction. Next is social justice ensuring, infrastructural development, elimination of corruption, and to introduce transparency in rule. Now let us examine the step-by-step working of this People's Planning Program. ക്ലാസ്സിൽ ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ പരിമിതി ഉണ്ടായതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. First one is to identify and prioritize the felt needs of the people. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രയോറിറ്റീസൊക്കെ മനസ്സിലാക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുക. ടു മാച്ച് ദീസ് നീഡ്സ് വിത്ത് ലോക്കൽ റിസോഴ്സ് അവൈലബിലിറ്റി. നമുക്ക് എത്ര ബജറ്റ് ഉണ്ട് എന്നതിനനുസരിച്ച് അത് പരിഹരിക്കാനുള്ള പ്രയോറിറ്റൈസേഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. ടു ഫോം ടാസ്ക് ഫോഴ്സസ് ടു പ്രിപ്പയർ ഡെവലപ്മെൻറ്റ് വികസന പ്രോജക്റ്റുകൾ നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോജക്ട്സ് പ്രിപ്പയർഡ്, പ്രയോറിറ്റൈസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ്. അത് കഴിഞ്ഞ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ നടപ്പിൽ വരുത്തണം. അത് കഴിഞ്ഞിട്ട് റെസ്പെക്റ്റീവ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആൻഡ് പ്ലാൻ ഡോക്യുമെൻറ്റും ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും സമർപ്പണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇവയൊക്കെ ആയിരുന്നു. സ്പെസിഫിക്കേഷൻസ് ഓൺ സെക്ടറൽ അലോക്കേഷൻസ്, social justice allocations, anti-poverty sub-plan, special component plan, tribal sub-plan, gender plan, plans for special groups like children, aged, disabled, etc.
ഇൻഫ്രാസ്ട്രക്ചറൽ പ്ലാൻസ്, അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻസ് എക്സെട്ര. ഇതൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് കേട്ടോ. കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കില. കില എന്നാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്തരം പ്രോജക്റ്റ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ അത് നടപ്പിൽ വരുത്തുന്നതിനും മറ്റ് ജനകീയ ആസൂത്രണ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിനൊക്കെയുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സണെ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് കില. ഓക്കെ, ഈ ഒരു പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫീൽഡ് വിസിറ്റും കൂടി ആയിരുന്നു കില. അൺഫോർച്ചുനേറ്റ്ലി എപ്പിഡമിക്സ് അതിന് അനുവദിച്ചില്ല. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ ഇസ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാവുന്നത്. ഡെവല്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പവർ, അതായത് അധികാരവും വിഭവങ്ങളുമെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് എംപവർമെൻറ്റ് ഓഫ് വുമൻ, ട്രാൻസ്പെറൻസി ഓഫ് ഗവർണൻസ്. പിന്നെ ഫിസിക്കൽ അച്ചീവ്മെൻറ്റ്സ്, നമുക്ക് കണ്ണിൻ്റെ മുൻപിൽ കാണാവുന്ന തരത്തിലുള്ള, ഇപ്പം നമ്മൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതായത് ആരോഗ്യ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്താണെങ്കിലും എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ഒക്കെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാവുന്ന വികസനം തന്നെയാണ് ഫിസിക്കൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഹിയർ ബൈ വി ആർ കൺക്ലൂഡിങ് അവർ ലെക്ചർ ഹിയർ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.